എൻഫോഴ്സ്മെന്റ് ഓഫീസറാണെന്ന വ്യാജേന ഫോൺ ചെയ്ത് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിനെതിരെ ജാഗ്രത വേണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. തികഞ്ഞ അവബോധം കൊണ്ട് മാത്രമേ ഈ തട്ടിപ്പ് തടയാൻ കഴിയൂ. ഒരുപാട് പേർക്ക് ഇത്തരം തട്ടിപ്പിലൂടെ പണം നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തട്ടിപ്പുകളുടെ കഥ നമ്മുടെ നാട്ടിൽ ചില്ലറയൊന്നുമല്ല. അത് ഫോൺ കയ്യിലുണ്ടോ നിങ്ങളെ ആരെങ്കിലും തട്ടിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. തട്ടിപ്പിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ പോലും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേൾക്കുന്നത്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു വിളി വരാം. ആ വിളി ചില്ലറ സ്ഥലത്തൊന്നുമല്ല, ഒന്നുകിൽ CBIയിൽ നിന്ന്, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന്. ഇവിടെ നിന്നൊക്കെ വിളി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് പേടിക്കും. എന്തിനാണ് എന്നെ ED എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ എന്തിനാണ് CBIയിൽ നിന്ന് വിളിക്കുന്നത്? അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എൻഫോഴ്സ്മെന്റ് ഓഫീസറാണെന്ന വ്യാജേന ഫോൺ ചെയ്ത് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിനെതിരെ ജാഗ്രത വേണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. തികഞ്ഞ അവബോധം കൊണ്ട് മാത്രമേ ഈ തട്ടിപ്പ് തടയാൻ കഴിയൂ. ഒരുപാട് പേർക്ക് ഇത്തരം തട്ടിപ്പിലൂടെ പണം നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ ഉണ്ടെന്നും അതിൽ പണം, സിം, വ്യാജ ആധാർ കാർഡുകൾ, മയക്കുമരുന്ന് എന്നിവ അടങ്ങിയിട്ടുണ്ടെന്നുമായിരിക്കും തട്ടിപ്പിനായി വിളിക്കുന്നയാൾ അറിയിക്കുക. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ആധാർ കാർഡും ബാങ്ക് വിവരങ്ങളും ഉപയോഗിച്ച് കൊറിയർ ബുക്ക് ചെയ്തു എന്ന പേരിലും തട്ടിപ്പ് നടത്താറുണ്ട്. നിങ്ങളുടെ ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നിങ്ങളോട് തന്നെ തട്ടിപ്പുകാരൻ പറഞ്ഞു തരും. പാഴ്സലിലെ സാധനങ്ങൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അറിയിക്കാൻ ഫോൺ CBIയിലോ സൈബർ പോലീസിലെയോ മുതിർന്ന ഓഫീസർക്ക് കൈമാറുന്നു എന്നും പറയുന്നതോടെ മറ്റൊരാൾ സംസാരിക്കാനും വരുന്നു. പാഴ്സലിനുള്ളിൽ MDMAയും പാസ്പോർട്ടും നിരവധി ആധാർ കാർഡുകളും ഒക്കെ ഉണ്ടെന്നും നിങ്ങൾ തീവ്രവാദികളെ സഹായിക്കുന്നുവെന്നും അയാൾ പറയുന്നു. പറയുന്ന കാര്യങ്ങൾ വിശ്വസിപ്പിക്കുന്നതിനായി പോലീസ് ഓഫീസറാണ് എന്ന് തെളിയിക്കുന്ന വ്യാജ ID കാർഡ്, പരാതിയുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വ്യാജരേഖകൾ തുടങ്ങിയവ നിങ്ങൾക്ക് അയച്ചു തരും. ID കാർഡ് വിവരങ്ങൾ വെബ്സൈറ്റ് മുഖേന പരിശോധിച്ച് ഉറപ്പ് വരുത്താമെന്നും ഇവർ പറയും. മുതിർന്ന പോലീസ് ഓഫീസറുടെ യൂണിഫോം ധരിച്ചയാൾ വീഡിയോ കോളിൽ വന്നായിരിക്കും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. അടുത്തതായി നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ നൽകാൻ പോലീസ് ഓഫീസർ എന്ന വ്യാജേന തട്ടിപ്പുകാരൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്ന വ്യാജ ഓഫീസർ സമ്പാദ്യം മുഴുവൻ ഫിനാൻസ് വകുപ്പിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കായി അയച്ചു നൽകണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും എങ്ങോട്ടും പോകരുതെന്നും പറയും. ഭീഷണി വിശ്വസിച്ച് അവർ അയച്ചു നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് സമ്പാദ്യം അയച്ചു നൽകിയാൽ പിന്നെ ഇവർ അപ്രത്യക്ഷരാകും. ഇവരിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കാതിരിക്കുകയും ബന്ധപ്പെടാൻ കഴിയാതെ വരികയും ചെയ്യുന്നതോടെ മാത്രമേ തട്ടിപ്പ് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ ഒട്ടും പരിഭ്രാന്തരാകാതിരിക്കുക. അവർ അയച്ചു തരുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഒരു കാരണവശാലും പണം കൈമാറരുത്. ഒരു അന്വേഷണ ഏജൻസിയും അന്വേഷണത്തിനായി നിങ്ങളുടെ സമ്പാദ്യം കൈമാറാൻ ആവശ്യപ്പെടുകയില്ല. യഥാർത്ഥ അന്വേഷണ ഏജൻസിക്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നിങ്ങളുടെ സമ്പാദ്യം സംബന്ധിച്ച് വിവരങ്ങൾ ബാങ്കിനോട് ആവശ്യപ്പെടാനുമുള്ള അധികാരം ഉണ്ടെന്ന് മനസ്സിലാക്കുക. തട്ടിപ്പിനിരയായാൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 മണിക്കൂറിനകം തന്നെ വിവരം 1930 അറിയിക്കുക. 1930. എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെടുന്ന തുക തിരിച്ചു ലഭിക്കാനുള്ള അവസരമെങ്കിലും നിങ്ങൾക്കുണ്ടാകും. ഇതേപോലെ നൂറുകണക്കിന് ആളുകൾക്കാണ് നിരവധി രീതികളിൽ തട്ടിപ്പുകൾ നടത്തി കാശ് കയ്യിൽ നിന്നു പോകുന്നത്. മാനഹാനി ഭയന്ന് ആരും പുറത്തു പറയുന്നില്ല എന്നു മാത്രം.